പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് പ്രഭാത ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് പത്മോസിലെ പ്രസംഗപീഠം എന്നതായ ഭാഗമാണ്. അതിനാധാരമായിട്ട് വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിൽ ആയിരുന്നു. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, നീറോ ചക്രവർത്തിയുടെ ഭരണത്തിന് ശേഷം പിന്നീട് ഉണ്ടായിരുന്ന കാലഘട്ടത്ത് ക്രിസ്ത്യാനികൾക്ക് കൊടിയ പീഡനങ്ങളാണ് ഏറ്റത് എന്ന് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ ഒരു രണ്ടാം തരംഗം എന്ന് പറയുന്നത് AD 81 ഡൊമിഷ്യൻ എന്ന് പറയുന്നതായ ചക്രവർത്തി സ്ഥാനമേറ്റതിന് ശേഷമാണ്. ഈ കാലഘട്ടത്ത് യോഹന്നാനെ ജീവനോടെ കത്തിക്കുന്നതിന് വേണ്ടി, ജീവനോടെ വേവിക്കുന്നതിന് വേണ്ടി ആ ചക്രവർത്തി വിധിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ അത്ഭുതകരമായ കരം കൊണ്ട് യോഹന്നാനെ അത്ഭുതകരമായി സംരക്ഷിച്ച് ജീവൻ നിലനിർത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇവർ ചെയ്യുന്നതായ കാര്യങ്ങളിലൊന്നും യോഹന്നാൻ തകരുന്നില്ല എന്ന് കണ്ട് ഈ ചക്രവർത്തി അടുത്ത പദ്ധതി ഇടുന്നത് ഇന്നത്തെ തുർക്കിയുടെ തീരത്ത് പത്മോസ് എന്ന് പറയുന്നതായ ദ്വീപിലെ ഏകാന്തവാസമാണ് അവിടെ വിധിക്കുന്നത്. വൃദ്ധനായിട്ടുള്ളതായ മനുഷ്യൻ ഏകമായിട്ടിരിക്കുന്നതായ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളും വിശ്വാസവുമെല്ലാം നശിച്ചു പോകും എന്നുള്ളതായ പ്രതീക്ഷയോടെയാണ് ഈ ചക്രവർത്തി അയക്കുന്നതെങ്കിലും അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും. തിരുവചനം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു. സങ്കീർത്തനങ്ങൾ 34:18. സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു എന്ന് 145-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സുവിശേഷവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശിഷ്യന്മാരെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഈ ലോകവും ലോകത്തിൻ്റെ ചക്രവർത്തിമാരും ഭരണകൂടങ്ങളും ഒരുമിച്ച് നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ ഏകാന്ത വാസത്തിൽ യോഹന്നാനെ ശക്തി നൽകുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഏകാന്തമായിട്ടുള്ളതായ പ്രസംഗപീഠത്തിൽ ഇരുന്നു കൊണ്ട് താൻ കണ്ടതായ കാര്യങ്ങളും കേട്ടതായ കാര്യങ്ങളും ആ കാലഘട്ടത്തെ 7 സഭകൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്നും നമുക്കും വേണ്ടിയും നൽകിയിരിക്കുന്നു എന്നത് നാം ഇന്ന് കേൾക്കുന്നതായ ഈ വചനത്തിൻ്റെ ഉറപ്പാണ് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അന്ത്യകാലഘട്ടത്തും ഇതുപോലെയുള്ളതായ പരീക്ഷണങ്ങളും പീഡനങ്ങളും ഏറുന്നതായ സമയത്ത് നമ്മളുടെ ദൈവം ആദ്യ കാലഘട്ടത്ത് അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്നതായ ദൈവം അതേ സ്നേഹത്തോടും വാത്സല്യത്തോടും കരുണയോടും കൂടെ നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ളതായ ഉറപ്പാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തിരുവചനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഇന്നത്തെ ദിവസം നമുക്കൊരു അനുഗ്രഹപ്രദമായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ പ്രഭാതത്തിൽ നാഥ അടികൾ നിൻ്റെ സന്നിധിയിൽ ദൈവമേ ആയിരിക്കുന്ന കർത്താവേ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഇന്ന് ചെയ്യുവാനുള്ളതായ കാര്യങ്ങളൊക്കെയും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾക്ക് വേണ്ടി ജീവിച്ച് തമ്മിൽ അപേക്ഷിക്കുന്നു. ആമേൻ.